सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल നമ്മൾ 150, അശോകൻ 700, ഉള്ളിശൂര 100. ഇങ്ങനെ പോയ കച്ചവടം മുടിഞ്ഞത് തന്നെ. ഇജ്ജിങ്ങനെ പീഡിയ വന്നോയ്ക്ക് കടം കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ കട പൂറ്റേണ്ടി വരും ചൂന. ഞാൻ എന്ത് ചെയ്യണം മുതലാളി, അവർ കാശ് തരണ്ടേ? ആക്കെ പോട്ട് ഇജ്ജൊരു ചായ എടുക്ക് വേഗം, അല്ലെങ്കിൽ അനക്ക് നമ്മുടെ വിഷമറിയേണ്ട ആവശ്യമില്ലല്ല. മുതലാളി ചായ കുടിക്കും, അപ്പൊ ഒരു ഉഷാറാവും. സുഗുണ, ഇജ്ജി നമുക്ക് ചായ തന്നെ ചോപ്പിടാനുള്ള സ്വഭാവമാണെങ്കിൽ അത് വേണ്ട. എൻ്റെ മാമാൻ്റെ മോൻ അമുക്ക് സുലൈമാൻ ഇന്നലെ ഇവിടെ വന്ന് ചായ കൊടുത്തിട്ട് കാശ് തരാണ്ട് പോയിട്ടുണ്ട്. ഓനോട് പറഞ്ഞോളൂ ഇനി ഇങ്ങോട്ട് വന്ന ചായ മുഖത്തൊക്കെ തച്ച ചായ അവർ കഴിക്കുന്നു. അയ്യോ കാതർക്കാരന്റെ മാമന്റെ മോനല്ല, അതെന്റെ കൂട്ടുകാരനെ. ആ ചായയും മഴക്ക് കാശ് തരാൻ പറഞ്ഞോളൂ. ഓ ജനനായകൻ ചന്ദ്രപിന്നിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. ചന്ദ്രപിന്നി പശു അടയാളത്തിൽ നമ്മുടെ ചിന്ന പശു പശു നമസ്കാരം. പശു നമ്മുടെ ചിന്ന പശു ചേച്ചി ജയ് 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 KPP, ജയ് 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 KPP. ആനി വിളിക്ക് മോനെ വെച്ചു, ആരും എന്തും പറഞ്ഞു വിട്ടെ, കാരണം നമ്മുടെ നേതാവ്. ജയ് 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 PPP. PPP അല്ല മാമ, KPP, കേരള പശു പാർട്ടി. എടോ കാതറേ, ഞങ്ങൾ കൊറേ നേരമായി തൊണ്ടകേറി മുദ്രാവാക്യം വിളിക്കുന്നു, താനൊന്നും തന്നില്ല. ഓ ഞമ്മളെ മരുന്നോര്. എടാ ഷൂന, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്ക്. പൊറോട്ട, ഇറച്ചിയ, സുലൈമാനിയ. മാമ എനിക്ക് പുട്ടും കടലേ മതി. ഇവൻ ഏതാണ്? ഞങ്ങൾ ബക്കറ്റ് പിരിവിന് വന്നതാ. വെച്ചു ആ ബക്കറ്റ് അങ്ങ് നീട്ടിയേ, 500 ഇടുകാതെ. അതെ അതെ, 500, 1000 എത്രയെന്ന് വെച്ചാ പോരട്ടെ. കേരള പശു പാർട്ടി ജയ്. ജനങ്ങളുടെ കണ്ണിലുണ്ണി കരുണൻ ചന്ദ്രപ്പിന്നി നയിക്കുന്ന ജനരക്ഷാലാലി. എന്ത് കുന്തായാലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഗോപ. ആകെ ഉള്ളത് കുറെ പറ്റുപുസ്തകം മാത്രമാണ്. അതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ കുറച്ച് കട എനിക്ക് തരാം. ഇതാ നോക്കിക്കോളി, ഈ ജന കുറെ കാശ് നമുക്ക് തരാനുണ്ട്. കഴിഞ്ഞ അവണ വന്ന് പുട്ടുകല്ലെ തിന്നേന്റെ കാശ് വിറ്റ് തന്നിട്ടില്ല. ആ കാശും കൂടി നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആ കാശ് എപ്പോഴും മുഖത്ത് കഴിച്ചിരുന്നു. പോവാം, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇയാള് കാശേരൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ പോണ് കാതർക്ക, നിങ്ങൾ അടുത്ത ഹർത്താലും ഞങ്ങൾ പിടിച്ചോളാം. ഈ കട തല്ലി പൊളിച്ചാലോ മാമ? വേണ്ട മോനെ, വേഗം പോര്. അവന്റെ പണിക്കാരനാ സുഗുണൻ, ഇത്ര പ്രശ്നക്കാരൻ. സുഗുണ, എന്തായാലും അന്ന അവന്മാർക്ക് നല്ല പേടിയുണ്ട്. ഇജ് ഉണ്ടായതുകൊണ്ട് നമ്മളിന്ന് കാശൊന്നും പേടിക്കാണ്ട് പോയി. ഇജൊരു കാര്യം ചെയ്യും. എന്താ മുതലാളി, ഞാൻ ലീവ് എടുക്കണം. സോ അതല്ലട, ഇജ് ഉള്ളത് കൊണ്ട് ഇവിടെ വന്നിട്ട് അവന്മാർ ഇനി പിരിക്കാൻ പറ്റൂല. ആ മൈതാനത്ത് വന്ന പരിപാടി നടക്കുന്നതുകൊണ്ട് കുറെ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. ഇജ് വേഗം പൊറോട്ടടി തുടങ്ങിക്കോളി. ഓക്കെ മുതലാളി. 3-ാം കല്ലിന്റെ പൊന്നോമനപുത്രൻ കരുണൻ ചന്ദ്രപിന്നിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എല്ലാ മാന്യമനസ്കരായ ജനങ്ങളെയും അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി KPPയുടെ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കരുണൻ ചന്ദ്രപിന്നി, 3-ാം കല്ലിന്റെ പൊന്നോമനപുത്രൻ കരുണൻ ചന്ദ്രപിന്നി. ഒരു കരുണയില്ലാത്ത ഓനൊക്കെ ആരാണാവോ കരുണെന്ന് പേര്? നമ്മുടെ ബിച്ചുവിന്റെ ചിറ്റപ്പനല്ലേ കാതർക്ക? ആ ചിറ്റപ്പൻ തന്നെ, ചിറ്റപ്പൻ. ഓനും ചിറ്റപ്പനും എല്ലാരും കൂടി നമ്മുടെ കടയിൽ കുറെ പട്ടാക്കിയിട്ടുണ്ട്. അല്ല ഇജ്ജെന്താണ് ബന്ധിക്കുന്നത്? പൊറോട്ടടി തുടങ്ങടാ, മൈതാനത്ത് ആല് കൂടി തുടങ്ങി. ഞാൻ പൊറോട്ട മാവ് കുതിരാൻ വെച്ചേക്ക കാതർക്ക, നല്ല സോഫ്റ്റ് മാവായിരിക്കണ്ടേ? ഒല്ല സോഫ്റ്റ് ഒക്കെ മതി ശൂന. ഓനും ചിറ്റപ്പനും നമ്മളെ ചുറ്റിക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഇജ്ജി ശീലം നല്ല പൊറോട്ട ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ കുറെ മിണുങ്ങും. നല്ല പൊറോട്ട ഒന്നും ഉണ്ടാക്കണ്ട. ഇജ്ജി എന്തെങ്കിലും ചരത്തി കൂട്ടി പരത്തി കൂട്ടിണ്ട് വേവിച്ചെങ്കിൽ ഇരിക്കിനി. നമ്മളെ ഇന്നലത്തെ ചിക്കൻ കറിയും ബീഫ് കറിയും ഉണ്ട്, അതും കൂട്ടി അങ്ങോട്ട് വിറ്റോളാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ ബീഫ് തീർന്നു നല്ല കാതർക്ക പറഞ്ഞത്. അത് പിന്നെ ശൂന, ഇവിടെ കുറെ പശുപ്പാറ്റിക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കടയിൽ കയറിയിട്ട് എപ്പോഴാണാവോ ബീഫ് പിടിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ കടയിൽ പൊളിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പശുവിന്റെ ഇറച്ചി ഇപ്പൊ വിൽക്കാറേ ഇല്ല. അതാണ് ഇജ്ജി ചോദിച്ചപ്പോ നമ്മള് ബീഫ് ഇല്ലാന്ന് പറഞ്ഞത്. മാമ, കരുണൻ ചിറ്റപ്പനെ കാണുന്നില്ലല്ലോ. പര്യടനം കഴിഞ്ഞ് എത്തേണ്ട സമയമായി. ആൾക്കാരൊക്കെ വെയിറ്റിംഗ്. പിന്നെ കരുണൻ ജനകീയ നേതാവല്ലേ, ഓരോ ജംഗ്ഷനിലും അഭിവാദികൾ ഏറ്റുവാങ്ങി എത്താൻ വൈകും. നീ ഒരു കാര്യം ചെയ്യും, പോയി കരുണനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ച് നമ്മളെ പാർട്ടിയെ കുറിച്ചും പറഞ്ഞോ. KPP അതിശക്തമായ കേരളത്തിലെ ജനകീയ മുന്നണി. അയ്യോ, ഞാൻ പറഞ്ഞ അത്ര ശക്തി ഉണ്ടാവില്ല. മാമൻ തന്നെ പോയി പറയും. KPP നമ്മുടെ പാർട്ടി, KPP ടെസ്റ്റിംഗ്. സകൃതകൃതരായ നാട്ടുകാര്, നമ്മുടെ ജനകീയനായ കരുണൻ ചന്ദ്രപിന്നിയുടെ ജനരക്ഷായാത്ര കുറച്ച് സമയത്തിന് ശേഷം ഇവിടെ എത്തിച്ചേരുമെന്ന് ഞാൻ വിനയ പുരസ്കാരം അറിയിക്കുകയാണ്. അവന്റെ ഒരു ജനരക്ഷായാത്ര അടുത്ത ഹർത്താലിൽ ഞമ്മന്റെ കട ഈ പൊളിക്കുന്ന പറഞ്ഞ ഹിമാലയയിലാണ്. എന്നിട്ട് ജനങ്ങളെ രക്ഷിക്കാൻ നടക്കുകയാണ് കള്ള കബൂറ്. എന്നിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ജനകീയനായ കരുണൻ നമ്മുടെ ഓരോ വീട്ടിലും ഓരോ പശു എന്ന സ്വപ്നത്തിലേക്ക് ഓരോ ചുവടും അടുത്തുകൊണ്ടിരിക്കുകയാണ്. കരുണൻ
ദേ വന്നു കരണം ചിറ്റപ്പ വന്നേ. ജനഹൃദയങ്ങൾ കീഴടക്കി നമ്മുടെ മഹാസാരഥി കരുണൻ ചന്ദ്രാപ്പിന്റെ ഈ വീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ജനങ്ങളെ നോക്കൂ, നമ്മുടെ ഗായകൻ കരുണൻ ചന്ദ്രാപ്പിന്നി, പശുക്കളുടെ കണ്ട ദൈവം, ജനഹൃദയങ്ങൾ കീഴടക്കിയ നേതാവ് കരുണൻ ചന്ദ്രാപ്പിന്നി. കടന്നു വരൂ. ഓരോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. ഓനെ ബിച്ചു എന്തൊക്കെയുണ്ട്? നിന്റെ പാവൻ എന്താ ഇവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നത്? മര്യാദക്ക് പ്രസംഗിക്കാൻ പറയാം. ഗോപാ, എന്താണ് ഗോപാളിയ? നന്നായിട്ട് പ്രസംഗിക്കും. അളിയൻ തന്നെ അങ്ങ് പ്രസംഗിച്ചോ. വേദിയിലേക്ക് ഞാൻ കരുണൻ ചന്ദ്രാപ്പിന്നിയെ ക്ഷണിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ നമസ്കാരം. ഇവിടെ സന്നിധരായിരിക്കുന്ന ആദ്യമിരിക്കുന്ന അധ്യക്ഷൻ, മധ്യത്തിലിരിക്കുന്ന മധ്യസ്ഥൻ, എല്ലാവർക്കും എൻ്റെ നമോവാകം. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ദാരിദ്ര്യം ഞാൻ തുടച്ചു നീക്കും. എല്ലാ വീട്ടിലും ഓരോ പശു. അതാണ് നമ്മുടെ മുദ്രാവാക്യം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ യുവമാരി തന്നെയാണ് തുടക്കാൻ വന്നത്. ഇന്നത്തെ ഇവിടുത്തെ ദാരിദ്ര്യം തുടച്ചു നീക്കുക. ഇത് കേക്കണേണ്ട സുഗുണ. ചെറിയ മുതലാളി, ഇവരൊന്നും പാലിക്കില്ല. വരും വാഗ്ദാനങ്ങൾ മാത്രമേ തരൂ. പിന്നെ വാക്ക് പറഞ്ഞ വാക്ക, അത് വാക്കായിട്ട് തന്നെ ഇരിക്കും. അതും പാലിക്കില്ല. ആദ്യം തന്നെ ഞമ്മലും പറഞ്ഞത് ബെരിമ്പാക്ക് പറയാൻ ഇവിടെ കഴിഞ്ഞിട്ടല്ലോ. നമ്മളെ ബാപ്പാന്റെ പെൻഷന് നടത്തി തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞണ്ണ് കാല് കൊഞ്ഞല്ലാണ്ട് ഇമ്മ നടത്തി തന്നൊന്നുമില്ല. എനിക്കൊരു സംശയം മുതലാളി, നമ്മളെ കടയിൽ ബീഫ് വിൽക്കുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കട തല്ലി പൊളിക്കോ? ആ കരുണൻ ചന്ദ്രാപ്പിന്നി പശു സംരക്ഷണത്തിന്റെ ആളാ. നമ്മുടെ നാടിനെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ പശുവിനിട്ടൊരു കുത്ത് തരൂ, കരുണനിട്ടൊരു വോട്ട് തരൂ. പശു അമ്മയാണ്, ദൈവമാണ്. പശുവിനെ ഉപദ്രവിച്ചാൽ അത് കുറ്റമാണ്. നിങ്ങൾ ചിന്തിക്കൂ ജനങ്ങളെ. അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, എവിടെയും നോക്കാൻ സ്ഥലമില്ലെങ്കിൽ കരുണനെ നോക്കൂ. പശുവിന് കുത്ത് തരൂ. അയാൾ എന്താണ് കാതർക്കി പറയുന്നത്? പശുവിനെ കുത്താനോ? പശുവല്ലേ നമ്മളെ കുത്തണം. ഏതാണ് പശുവിന്റെ ചിഹ്നത്തിൽ കുറ്റി ഓനെ ജയിപ്പിക്കാനാണ് പറയണത്. ഇജ്ജ് ഇവിടുത്തെ സർബത്തൊക്കെ കലക്കി കുടിക്കാണ്ട് ഇന്നത്തെ ബീഫ് കറി ഒന്ന് ചൂടാക്കി എടുക്ക്. പശു സംരക്ഷണ റാലി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേ വരിക പൊറോട്ടയും ബീഫും തിന്നെ. ഓനെ ബിച്ചു, നീ കരുണന് വേണ്ടി 2 വാക്ക് സംസാരിക്കുക. അപ്പോഴൊക്കെ ഞാൻ കാതറിന്റെ കടയിൽ നിന്ന് ഒരു ഷോട കുടിച്ചിട്ട് വരാം. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ നാട്ടിൽ നല്ലൊരു റോഡുണ്ടോ? ഈ പിച്ചൊരു സംഭവം തന്നെയല്ലേ കാതർക്ക. ഇവിടെ നല്ല ഭാവിയുണ്ട്. മന്ത്രിയാവുന്ന തോന്നണേ. നമ്മുടെ കുട്ടികൾക്ക് മുങ്ങിക്കുളിക്കാൻ നല്ലൊരു കുളമുണ്ടോ? ചന്ദ്രാപ്പിന്നി അധികാരത്തിൽ വന്നാൽ റോഡും കുളവും ഒന്നിച്ചു പണിയും. അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവനിത് കുളമാക്കും. ബിച്ചു ഇങ്ങ് പോര്. കരുണൻ ഒറ്റക്ക് പ്രസംഗിച്ചോളും. നമുക്ക് 2 പേർക്ക് ഷോട കുടിച്ചിട്ട് വരാം. അത് ശരിയാ, നല്ല ദാഹം. ചിറ്റപ്പ, പശുവിനെ കുറിച്ച് കുറച്ചുകൂടി പൊക്കിയടിച്ചോ. ഞങ്ങൾ ഇപ്പൊ വരാം. മാമ പോലെ നിക്ക്. ഓ, കൊട്ടും പാട്ടൊക്കെ നിന്നേക്കണ്. പരിപാടി കഴിഞ്ഞെന്നാണ് തോന്നണത്. മോനെ, ആ പൊറോട്ടക്കൊന്ന് മറിച്ച് തിരിച്ചിട്ടോ. ഓമാരൊക്കെ ഇപ്പൊ കൂടി വരും. ശരി കാതർക്ക, ഇതിൽ കരിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. ഒരിക്കതൊക്കെ മതി. നല്ല മൊരിഞ്ഞ പൊറോട്ട എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് വാഗ്ദാനങ്ങൾ മാത്രം തന്ന ടീമല്ലേ. അല്ല മുതലാളി, എനിക്ക് പേരായിട്ട് പാടില്ല. നമ്മ വക്കറ്റ് കാശ് കൊടുത്തില്ലല്ലോ, അതുകൊണ്ട് വന്ന് തല്ലിപ്പൊളിച്ചാലോ. അത് ശരി, അങ്ങനെ വന്നാൽ നമ്മൾ ബീഫിൽ എലിവശം കലക്കി കൊടുക്കും. നോക്കി പിന്നെ നമുക്ക് ആദ്യം എലിവശം കലക്കാൻ മുതലാളി. തല്ലിപ്പൊളിക്കുന്നതിന്റെ ഇടയിൽ സമയം കിട്ടിയില്ലെങ്കിലോ? സൂണ ഇജ്ജൊന്ന് വായ അടച്ചു വെക്ക്. ഒരു വരുന്നുണ്ട്. മിണ്ടാതി. ആ കാതറെ, ഞങ്ങളൊരു 3-4 പേരുണ്ട്. കുറച്ച് ഫ്രീ പൊറോട്ടയും കറിയാൻ എടുത്ത് വെച്ചേ. നമ്മുടെ കടയിൽ ഫ്രീ പൊറോട്ട ഉണ്ടായിരുന്ന കാതർക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ. മുണ്ടാണ്ടിക്കറ, നമ്മുടെ കടയിൽ ഫ്രീ പൊറോട്ട ഒന്നും ഇല്ല. ഇത് നോക്കുക ഗോപ, നമ്മുടെ കടയിൽ പൊറോട്ട 5 രൂപ, ബീഫ് 50 രൂപ. കാശിന്റെ മാത്രം കയറിയ മയ്യേട്ടോ. ജനനായകൻ കരുണൻ ചന്ദ്രാപ്പിന്നിയുടെ അളിയനായ ഞാൻ തന്റെ കടയിൽ കാശി തന്ന് ഭക്ഷണം കഴിക്കണമെന്നോ? ഞാനൊന്ന് നോക്കട്ടെ കാശില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോന്ന്. എന്താ മാമ, എന്താ പ്രശ്നം? ഞാൻ ഇടപെടണോ? ഒന്നുമില്ല. കാതറൊരു മുട, അത്രേ. സുഗുണ, ഇജ്ജി അവർക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ കൊടുക്ക്. തല്ലുടിച്ചിട്ട് കാര്യമില്ല. ഹിമാലയാണ്. ഇവിടെ എന്താണ് വേണ്ടത് കഴിക്കാൻ? ഇവിടെ എന്താണ് ഉള്ളത് കഴിക്കാൻ? അപ്പം ട്രസ്റ്റും പൊറോട്ടയും ബീഫും. വേറൊന്നുമില്ലേ? പിന്നെ അപ്പവും ബീഫും പൊറോട്ടയും മുട്ടക്കറിയും. എന്നാ പൊറോട്ടയും ബീഫും തന്നെ പോരട്ടെ, 2 പ്ലേറ്റ്. നിക്ക്. തന്റെ കൈ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? ഈ കൈയും കാലൊന്നും കഴിയാറില്ലേ? അത് പിന്നെ മുതലാളി പറഞ്ഞിട്ടാ 2 ദിവസം കൂടുമ്പോ കുളിച്ചാൽ മതി. മുതലാളി പറഞ്ഞു വെള്ളം കുറവാകാനിട്ടില്ലേ. ഈ വൃത്തിയില്ലാത്ത കൈ വെച്ചിട്ടാണോ പൊറോട്ട കൊടുക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ട പൊറോട്ട. അത് സാരമില്ല, ഞാൻ ഇന്നലെ കുളിച്ചതാ. ഇന്നലത്തെ പൊറോട്ടയാണോ? എന്താ എനിക്കൊരു 2 വേണം. ബീഫും ഇന്നലത്തെ തന്നെ ആയിരിക്കും അല്ലേ? ഇന്നലത്തെ പൊറോട്ട കോഴിക്ക് ഷൂന അവർക്ക്. പക്ഷെ പൊറോട്ട ഇന്നത്തെ അമ്മലി എന്ത് ഇന്നലത്തെ അങ്ങോട്ട് കഴിക്ക് ഗോവ. വയറിനകത്ത് കഴിക്കുന്നു. പഴകും തോറും പൊറോട്ടക്ക് നല്ല ടേസ്റ്റാ, നല്ല സോഫ്റ്റ്. കരണം ചിറ്റപ്പനെ കൂടി വിളിക്കായിരുന്നു. അതുകൊണ്ട് അവൻ വലിയൊരു പശു സ്നേഹിയ. അവനുള്ളത് ഞാൻ പാഴ്സൽ മേടിച്ചോളാം. എന്നാൽ ഓരോ വീട്ടിൽ ഓരോ പശു പദ്ധതിയിലൂടെ എങ്ങനെയാ കരണം ചിറ്റപ്പ പട്ടിണി മാറ്റുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
പിന്നെ നിങ്ങളൊക്കെ പറയുന്നത് ഞാനും കൂടി ഏറ്റു പറഞ്ഞതേ ഉള്ളൂ. അത് പിന്നെ മോനെ നിനക്ക് മനസ്സിലായില്ലേ, ഇത് തന്നെ പണി. ഓരോ വീട്ടിൽ ഓരോ പശു ആകുമ്പോ നമുക്ക് ആവശ്യമുള്ളപ്പോ എടുത്ത് കറി വെക്കാലോ. അത് തന്നെ അവന്റെ ഭക്ഷ്യ സുരക്ഷ. പിന്നെ ഇത് ഫുള്ള് തട്ടിപ്പല്ലേ, വോട്ട് കിട്ടാൻ വേണ്ടി ഓരോ തട്ടിപ്പുകള്. പിരിയന്മാരെ, അപ്പൊ നമ്മൾ എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കായിരുന്നല്ലേ നിങ്ങൾക്കുള്ള പണി നമ്മൾ പാലും വെള്ളത്തിൽ തരാം. സുഗുണ, നല്ല അസല് ബീഫ് കറി. ഗോപനൊരു സ്പെഷ്യൽ ചായ കൊടുക്കി, നമ്മൾ സ്പെഷ്യൽ പൊടി കലക്കിക്കോളിട്ടാ. ആ ശരി മുതലാളി, ഞാനിപ്പൊ കൊടുക്കാം. ഓ ചായയോ, അതൊന്നും വേണ്ടായിരുന്നു. ആ എന്തായാലും കിട്ടിയതല്ലേ കുടിക്കാം. അപ്പൊ ഞങ്ങള് പോട്ടെ സുഗുണ. നിന്റെ ആധാർ കാർഡ് എന്തേ ഇങ്ങ് തന്നേക്ക്, വീട്ടിലൊരു പശുവിനെ എത്തിച്ചേക്കാം. അതിനെനിക്ക് വീടില്ലേടാ. എന്നാ പിന്നെ ആദ്യം ഒരു വീട് പണിയാം. ആ ആധാർ കാർഡ് ഇങ്ങെടുക്ക്. അയ്യോ, നിങ്ങൾ ഇത്ര നല്ലവരായിരുന്ന. ഞാൻ ഈ മുതലാളി പറഞ്ഞതുകൊണ്ട് നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? അത് പിന്നെ നിങ്ങൾക്ക് തന്ന ചായയിൽ ഞാൻ ബൂസ്റ്റിന് പകരം ഇട്ടത് ചാണപ്പൊടിയായിരുന്നു. നല്ല ടേസ്റ്റ് വ്യത്യാസം തോന്നിയില്ലേ? നമ്മളോട് ക്ഷമിക്കണം ബിച്ചു, നമ്മൾ അറിയാണ്ട് ചെയ്തു പോയാ. നമ്മക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇവനാ സുഗുണ എല്ലാത്തിനും കാരണം. ഞങ്ങൾ ശരിയാക്കി തരാൻ. ഞങ്ങൾക്ക് ചാണകപ്പൊടി ഇട്ട കാപ്പി തന്നല്ലേ, ബക്കറ്റ് പിരിവും തന്നില്ല. ഒക്കെ ശരിയാക്കി തരാൻ ഞങ്ങൾ കരം ചിട്ടപ്പെട്ടൊന്ന് ജയിച്ചു വന്നോട്ടെ.